ഓക്കെ, ഇന്ന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇങ്ങനെ ഒരു പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ചെയ്തിട്ടുണ്ട്. അതായത് പോയിസണിൽ തുടങ്ങി അത് നമ്മൾ ബൈനോമിയലിൽ എത്തിച്ചു ഇല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ നോർമലിന് ബൈനോമിയലിന് തുടങ്ങി നോർമൽ എത്തിക്കുക തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. എൻ ഇസ് വെരി ലാർജ്, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ആൻഡ് നെയ്തർ പി ഓർ നോർ ക്യൂ ഇസ് വെരി സ്മോൾ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എക്സ് ഫോളോ ബൈനോമിയൽ എൻ കോമ പി, അതിൻ്റെ പി ഡി എഫ് എൻ സി എക്സ് പി ടു ദ പവർ എക്സ് ക്യൂ ടു ദ പവർ എൻ മൈനസ് എക്സ്, എക്സ് ഈസ് റണ്ണിങ് ഫ്രം 0 to n. ഇനി അതിൻ്റെ ഇ ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി, വി ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ക്യൂ ആണ്. അതിൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി ഇ ടു ദ പവർ ടി ഓൾ ടു ദ പവർ എൻ ഇല്ലേ. ഇനി നോർമലി നമ്മൾ സെഡിനെ ഡിഫൈൻ ചെയ്യണം. നോർമലി സെഡിന് എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിൽ എക്സ് വേരിയബിൾ, മ്യൂ എന്ന് പറയുന്നത് മീൻ, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ സെഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് മൈനസ് നമ്മുടെ മീനിൻ്റെ പകരം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം റൂട്ട് വേരിയൻസ് ഓഫ് എക്സ് അല്ലേ, ഈക്വൽ ടു എക്സ് മൈനസ് ഇ ഓഫ് എക്സിന് പകരം നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് എൻ പി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യൂ ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് അല്ലേ. ഇനി നമ്മൾ എം ജി എഫ് ചെയ്യാൻ പോവാണ്. എം ജി എഫ് ഇത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ബൈനോമിയൽ അപ്ലൈ ചെയ്യും. സോ എം സെറ്റ് ഓഫ് ടി ഈക്വൽ ടു സെഡിന് പകരം നമുക്ക് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഓഫ് ടി എന്ന് എഴുതാം. സോ എം എക്സ് മൈനസ് മ്യൂ ഓഫ് സിഗ്മ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ ടു ദ പവർ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ ഇൻറ്റു എം എക്സ് ഓഫ് ടി ബൈ സിഗ്മയാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ എം ഇ ടു ദ പവർ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ ഇൻറ്റു എം എക്സ് ഓഫ് ടി ബൈ സിഗ്മ എന്താണ്? എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് പി ഇ ടു ദ പവർ ടി ഓൾ ടു ദ പവർ എൻ ആണ് ബൈനോമിയലിൻ്റെ കേസിൽ. സോ അതിൽ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടി ബൈ സിഗ്മ കൊടുക്കാം. സോ ക്യൂ പ്ലസ് പി ഇ ടു ദ പവർ ടി ബൈ സിഗ്മ ടു ദി പവർ എൻ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. സോ ദർഫോർ ലോഗ് എം സെറ്റ് ഓഫ് ടി ഈക്വൽ ടു ലോഗ് റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ ലോഗും ഇയും കൂടെ കൂടുമ്പോൾ എന്ത് വരും? രണ്ടും ക്യാൻസലായി പോകും. സോ നമുക്ക് എന്ത് കിട്ടി? പവറിലുള്ളത് മാത്രം എഴുതാം. മൈനസ് മ്യൂ ടി ബൈ സിഗ്മ, പിന്നെ ഇവിടെ ഇ ടു ദ പവർ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. സോ പ്ലസ് നമുക്ക് രണ്ടാമത്തെ ടൈമിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എൻ ലോഗ് ഓഫ് ക്യൂ പ്ലസ് പി ഇ ടു ദ പവർ ടി ബൈ സിഗ്മ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ ലോഗ് ഓഫ്, അതെല്ലാം അതേപോലെ എഴുതുക, എൻ ലോഗ് ഓഫ് ക്യൂ പ്ലസ് പി. ഇനി ഇ ടു ദ പവർ ടി ബൈ സിഗ്മയുടെ അബ്രിവേഷൻ എഴുതാം നമ്മളിവിടെ. സോ ഇ ടു ദ പവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ് അല്ലേ. അപ്പോൾ എക്സിന് പകരം നമുക്കിവിടെ എന്തെടുക്കാം? ടി ബൈ സിഗ്മ എന്നെടുക്കാം. സോ എക്സിന് പകരം ടി ബൈ സിഗ്മ എടുക്കുമ്പോൾ എന്ത് വരും? 1 ഫസ്റ്റ് ടൈം 1 പ്ലസ് അടുത്തത് എക്സ് ബൈ 1 ഫാക്ടോറിയൽ അല്ലേ. ഇവിടെ എക്സിന് പകരം നമുക്ക് എന്താണ്? ടി ബൈ സിഗ്മ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി ബൈ സിഗ്മ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അതിന് പകരം ടി ബൈ സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ അതേപോലെ പ്ലസ് എൻ ലോഗ് ഓഫ് ക്യൂ പ്ലസ് ഇനി പിനെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? പി പ്ലസ് പി ഇൻറ്റു ടി ബൈ സിഗ്മ 1 ഫാക്ടോറിയൽ പ്ലസ് പി ഇൻറ്റു ടി ബൈ സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. അതിൽ ക്യൂ പ്ലസ് പി ഫസ്റ്റ് ടൈം എന്താ പറയുക? പി പ്ലസ് അല്ലേ വരും. പിയും 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി, ആ പി ആണ് ഈ ഫസ്റ്റ് ആദ്യം കിടക്കുന്ന പി. അടുത്ത സ്റ്റെപ്പിൽ ആദ്യം കിടക്കുന്നത് പ്ലസ് അടുത്തത് പി ഇൻറ്റു ടി ബൈ സിഗ്മ 1 ഫാക്ടോറിയൽ പ്ലസ് പി ഇൻറ്റു ടി ബൈ സിഗ്മ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അവിടെ നിന്ന് എല്ലാ ടൈമിലും പി ഉണ്ട്. അപ്പോൾ ഈ മൊത്തം ടൈമിൽ നിന്ന് ഒരു പി പുറത്തെടുക്കുക. അതാണ് അടുത്തത് പി ഇൻറ്റു ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി നമുക്ക് റിസൾട്ട് അറിയാം എന്താണ്? ക്യൂ പ്ലസ് പി ഈക്വൽ ടു 1 എന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. സോ ക്യൂ പ്ലസ് പി ഈക്വൽ ടു 1. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ക്യൂ പ്ലസ് പിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. സോ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ ലോഗ് ഓഫ് 1 പ്ലസ് പി ഇൻറ്റു ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ക്വയർ ഉണ്ട്, പക്ഷേ സ്ക്വയർ ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെന്ന് പറയുന്നത് എന്ത് ഫോമിലാണ്? എൻ അവിടെ നിൽക്കട്ടെ. ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് എന്നുള്ള ഫോമിലല്ലേ? ലോഗ് ഓഫ് 1 പ്ലസ് എക്സ്. ലോഗ് ഓഫ് 1 പ്ലസ് എക്സിൻ്റെ അബ്രിവേഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ
2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ടു ദ പവർ 4 ബൈ 4 പ്ലസ് എക്സെട്ര. അതായത് മൈനസും പ്ലസും മാറി മാറി വരും. ഫസ്റ്റ് എക്സ്, സെക്കൻഡ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2, തേർഡ് ഈസ് എക്സ് ക്യൂബ് ബൈ 3, ഫോർത്ത് വൺ ഈസ് എക്സ് ടു ദ പവർ 4 ബൈ 4. ഇതെല്ലാം ഞാൻ അയക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസും അതുപോലെ അബ്രിവേഷൻസ് ഞാൻ അയച്ചു തരാം. ഓക്കെ, സോ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ എഴുതിയിരിക്കുന്നത്. 1 പ്ലസ് എക്സ്, അതായത് ലോഗ് ഓഫ് 1, ഈ രണ്ടാമത്തെ ഫുൾ ടേമിനെ നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഫസ്റ്റ് ടേമിൽ അതേപോലെ എൻ ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് എന്നല്ലേ കൺസിഡർ. സോ എക്സ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ടേം എന്തായിരുന്നു? എക്സ് പ്ലസ് അല്ല എക്സ് മൈനസ്. ഓക്കെ, സോ എക്സിൻ്റെ പകരം നമുക്ക് എന്ത് എഴുതണം? ഫുൾ ടേം പി ഇൻറ്റു ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര. അടുത്തത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. സോ എല്ലാത്തിനും സ്ക്വയർ കൊടുക്കുക. എക്സ് സ്ക്വയർ വേണ്ടേ? ബൈ 2 ഇവിടെ കിടക്കുന്നുണ്ട്. പി സ്ക്വയർ ബൈ 2 കണ്ടില്ലേ? എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? പിക്ക് ആദ്യം സ്ക്വയർ കൊടുക്കുക, പിന്നെ ഫുൾ ടേമിന് സ്ക്വയർ കൊടുക്കുക. ദാറ്റ് ഈസ് ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ടേമിൽ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ ഇൻറ്റു നമ്മൾ ഇത് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എന്താ വരിക? പി ടി ബൈ സിഗ്മ പ്ലസ് നെക്സ്റ്റ് പി ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ വരും. അടുത്തത് ഈ ടൈം അടുത്തത് മൈനസ് പി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 2 സിഗ്മ പ്ലസ് മൈനസ് പി സ്ക്വയർ അല്ല, ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ പവർ ഉണ്ട്, പവറിൽ സ്ക്വയർ ഉണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് ശേഷമുള്ള എല്ലാ ടേമുകളെയും നമ്മൾ ഓർഡർ ഓഫ് എടുക്കുകയാണ്. ഓക്കെ, അതിനെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഓർഡർ ഓഫ് എന്നുള്ള പിന്നെ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ടേമിനെയും നമുക്ക് ഓർഡർ ഓഫ് 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 3/2 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വന്നു? അപ്പോൾ ആ ടൈം തന്നെ നോക്കാം. മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ ഇൻറ്റു പി ടി ബൈ സിഗ്മ പ്ലസ് രണ്ടാമത്തെ പവർ 2 വരുന്നതും കൂടി എഴുതി. തേർഡ് മുതലാണ് നമ്മൾ എടുക്കുന്നത്. സോ പി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. അടുത്തത് വരുന്ന ടേം മുതൽ, അത് ക്യൂബ് വരുന്ന ടേം മുതലെല്ലാം നമ്മൾ ഈ ഓർഡറിൽ ലയിച്ചു. ഓക്കെ, മൈനസ് അടുത്തത് മൈനസ് പി സ്ക്വയർ ടി സ്ക്വയർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ പവറിൽ ഒരു സ്ക്വയർ ഇല്ലേ? സോ അത് എന്ത് വരും? ശരിക്കും നമുക്ക് ആ സ്ക്വയർ അകത്തേക്ക് കൊടുക്കുമ്പോൾ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്ന് വരുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ പി സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് അടുത്തത് എത്ര വരും? അടുത്തത് എങ്ങനെയല്ല ഇവിടെ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഈ ടി സ്ക്വയറും ഈ പുറത്തുള്ള പവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ടി ടു ദ പവർ 4 ആവും. സോ ടി ടു ദ പവർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ കള്ളും മുകളിൽ. സോ അതെല്ലാം നമ്മുടെ ഈ ഓർഡറിൻ്റെ ഉള്ളിൽ ലയിച്ചു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം മാത്രം ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 ടൈം കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്നിനെ നമ്മൾ അകത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ പി ടി ബൈ സിഗ്മ പ്ലസ് എൻ പി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. ഇനി മൈനസ് ഇതൊരു സ്റ്റെപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തില്ല. എൻ പി സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് n ഇൻറ്റു ഓർഡർ ഓഫ് 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 3/2. സോ ഒരു എന്നിനെ നമ്മൾ ഈ 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 3/2ൻ്റെ കൂടെ ഒരു എന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് പോവും? ഈ n ടു ദ പവർ 1/2 എന്നും ഒരു എന്നും ഇവിടുത്തെ ഒരു എന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? സോ നമുക്കിവിടെ എന്ത് വരും? n ടു ദ പവർ 3/2 എന്ന് പറയുന്നത് n ടു ദ പവർ 1/2 എന്നാവും ഇല്ലേ? ജസ്റ്റ് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്നിനെയും ഈ n ടു ദ പവർ 3/2ലെ ഒരു എന്നിനെയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് n ടു ദ പവർ 1/2 എന്നാവും. ഓക്കെ, ഇനി അടുത്ത പിന്നെ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും കൂടെ ഒരുമിച്ച് ചെയ്തിരിക്കുക. അതായത് രണ്ടാമത്തെ ടേം എൻ പി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ആണ്, മൈനസ് മൂന്നാമത്തെ ടേം എൻ പി സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ആണ് അല്ലേ? ഇതിന്ന് കോമൺ ആയിട്ട് എൻ പി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ പുറത്തെടുത്ത ഫസ്റ്റ് ടേമിൽ 1 മാത്രം ഉണ്ടാവും ഇല്ലേ? മൈനസ് സെക്കൻഡ് ടൈമിൽ എന്താവും? ഒരു പി മാത്രം ഉണ്ടാവും. അതാണ് ഇവിടെ എൻ പി ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് പി എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ മുതൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയുണ്ട്? മൈനസ് മ്യൂ ടി ഡിവൈഡഡ് ബൈ സിഗ്മ. പിന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് എൻ പി ക്യു ആണ്. നമ്മളവിടെ ഇക്വേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് എൻ പി ക്യു ആണ്, അതുപോലെ മ്യൂ എന്ന് പറയുന്നത് എൻ പി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ടേമിനെല്ലാം നമ്മൾ ഏതിൻ്റെ ടേമിലേക്ക് ആക്കണം? ഈ പറയുന്ന ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ രണ്ടാമത്തെ ടേമിൽ എൻ
പി ടി എന്ന് എഴുതില്ല. അപ്പോൾ എൻ പി എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ് അല്ലേ? സോ എൻ പിക്ക് പകരം മ്യൂ കൊടുത്തു. അങ്ങനെയാണ് മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് മ്യൂ ടി ബൈ സിഗ്മ എന്ന് വന്നത്. പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എൻ പി ടി സ്ക്വയർ ഉണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ ഇത് ഇവിടെ ഒരു 1 മൈനസ് പി എന്ന് കണ്ടോ? 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ അല്ലേ? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് പി ഈക്വൽ ടു ക്യൂ. സോ 1 മൈനസ് പിക്ക് പകരം നമ്മൾ ക്യൂ എന്ന് എഴുതി. അപ്പോൾ അതെങ്ങനെ വന്നു? എൻ പി ക്യൂ നമ്മൾ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. ആ ടി സ്ക്വയറിന് നമ്മൾ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ നമ്മുടെ എൻ പി ക്യൂ എന്താണ്? എൻ പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് മ്യൂ ടി ബൈ സിഗ്മ ഇവിടെ ക്യാൻസലായി പോവും ഇല്ലേ? അടുത്ത സ്റ്റെപ്പിൽ എൻ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ അല്ലേ? സിഗ്മ റൂട്ട് എൻ പി ക്യൂ ആണെങ്കിൽ എൻ പി ക്യൂ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ എൻ പി ക്യൂവും ഈ താഴെയുള്ള സിഗ്മ സ്ക്വയറും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാലൻസ് നമുക്ക് എന്തുണ്ട്? ടി സ്ക്വയർ ബൈ 2 മാത്രമുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടി സ്ക്വയർ ബൈ 2 പ്ലസ് നമ്മുടെ ഓർഡർ ഓഫ് 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 1/2. ഓർഡർ ഓഫ് 1 ഡിവൈഡഡ് ബൈ n ടു ദ പവർ 1/2. ഇനി നമ്മൾ വേറൊരു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ടീഷൻസിൽ n ഈസ് വെരി ലാർജ്, സോ n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് ടെൻസ് ടു ടി സ്ക്വയർ ബൈ 2 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മുടെ എൽ എച്ച് സൈഡിൽ നമ്മൾ എന്താ ഇരിക്കുന്നത്? ലോഗ് എം സെറ്റ് ഓഫ് ടി ആണ്. ലോഗ് എം സെറ്റ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ആണെങ്കിൽ എം സെറ്റ് ഓഫ് ടി എന്താണ്? ദർഫോർ എം സെറ്റ് ഓഫ് ടി ഈക്വൽ ടു ഇ ടു ദ പവർ ടി സ്ക്വയർ ബൈ 2. ഇ ടു ദ പവർ ടി സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ ടു ദ പവർ 1/2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സാധനം? എന്താണ്? ദിസ് ഈസ് ദ എം ജി എഫ് ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സെറ്റ് ഫോളോ നോർമൽ 0,1. 0 ഇസ് ദ മീൻ ആൻഡ് വേരിയൻസ് ഇസ് 1. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഇത്രയും ഫംഗ്ഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് എക്സ് മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ റൂട്ട് എൻ പി ക്യു ഫോളോ നോർമൽ 0,1 as n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി അതിനെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഫോളോ നോർമൽ എൻ പി റൂട്ട് എൻ പി ക്യു. ദാറ്റ് ഈസ് എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ. റൂട്ട് എൻ പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെൻ n ഈസ് വെരി ലാർജ്. അല്ലെങ്കിൽ we can tell that binomial distributions follow normal distribution. So this is the proof. This is a very important proof. ഇത് ചെയ്ത് നോക്കണം. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന അബ്രിവേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നോർമൽ അപ്രോക്സിമേഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിനുള്ളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എങ്ങനെയായിരുന്നു അതാ എക്സ് ഫോളോ ബൈനോമിയൽ 100,1/2. സോ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ. ഇത് വേരിയൻസ്. ഓക്കെ, വി വോണ്ട് ടു കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഫോർ ഗെറ്റിംഗ് 56 to 60 heads. Under the binomial situation, the probability is equal to the sum of the areas of the rectangles of the histogram with width 1 and with midpoints 56, 57 like that. Okay, so the area can be obtained using the normal approximation or the normal table. So in this case, we find the area from 55.5 to 60.5 because they are telling it is from histogram. Histogramil എപ്പോഴും നമ്മൾ സെൻട്രൽ പോയിന്റ് എടുത്തിരുന്നു. അപ്പോൾ 56 എന്ന് പറയുമ്പോൾ 55.5 തൊട്ട് തുടങ്ങണം ആൻഡ് ലാസ്റ്റ് നമ്പർ 60. സോ 60 പറയുമ്പോൾ നമ്മൾ 60.5 വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോബബിലിറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഈ രണ്ടിൻ്റെ നടുക്ക് ഉള്ള ഏരിയ അതാണ് എഴുതിയിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് 56 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ 56 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് വരും? ഇതിനകത്തുള്ളത് സ്റ്റാർട്ടിങ് ഫ്രം 56 ആണ്, എൻഡിങ് വിത്ത് 60 ആണ് എങ്കിൽ അതിനപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ വലിയൊരു റേഞ്ച് ആണെങ്കിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, കാരണം 4-5 നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് 56 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 57 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 58 പ്രോബിലിറ്റി ഓഫ് 59 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 60. അതാണ് ഇതിനെയാണ് നമ്മളിവിടെ റേഞ്ച് ആക്കിയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് ഹിസ്റ്റോഗ്രാമും കൂടെ ആയതുകൊണ്ട് നമ്മൾ 55.5 to 60.5 വരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതെങ്ങനെ ടേബിളിൽ കണ്ടുപിടിക്കുക? ഇതാണ് എൻ്റെ മെത്തേഡ്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ അത്രേ ഉള്ളൂ എഴുതിയിരിക്കുന്ന സാധനം. മനസ്സിലായോ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ് ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലാണ് നമ്മുടെ എക്സ് 55.5 മൈനസ് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ മീൻ അതാണ് 50. ഇവിടെ മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 50 ആണ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ. ദ എബവ് റിസൾട്ട് is applied for calculating the binomial probabilities when n is large. Suppose a fair coin is tossed 100 times when the number of heads x follow binomial 100, 1/2 തന്നിട്ടുണ്ട്. സോ ഇവിടെ എൻ പി
അതുപോലെ എൻ പിയും പിന്നെ എന്തായിരുന്നു എന്നും പിയും. എൻ ആണ് 100, പി എന്ന് പറയുന്നതാണ് 1/2. ഓക്കെ. സോ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എക്സ് ലാസ്റ്റ് ടൈമിൻ്റെ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 60.5 മൈനസ് ദ മീൻ ഡിവൈഡഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1.1 to 2.1. ഇനി നമ്മളിത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് കേസ് അല്ലേ. സോ ഇൻ്റഗ്രൽ ഏതുതൊട്ട് ഈ റേഞ്ചിൽ എങ്ങനെ എഴുതാം 1.1 to 2.1 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയറിൻ്റെ കേസിലാണ്. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് 0 to 2. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നതിന് വരെ നമുക്ക് ഇങ്ങനെ കണ്ടാൽ പോരെ. 0 to 2.1 എന്ന ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്നും 0 to 1.1ൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കിട്ടും. അത് ഞാൻ ഗ്രാഫ് വരച്ചിട്ട് കാണിക്കുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ടേബിൾ ഇപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 1.1 to 2.1 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് നമുക്ക് ഈ ടേബിളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് 0 ആയി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സോ 0 to 2.1 എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ കിട്ടുന്നത് 0.4821 ആണ്. മൈനസ് 0 to 1.1 നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3643 എന്നാണ്. ഇനി ഇത് തമ്മിലുള്ള ഡിവിഷൻ നമ്മുടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.178. ഇതാണ് ഈ തന്നിരിക്കുന്ന പോയിൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഞാൻ ഗ്രാഫ് വരച്ചിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ അതിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. സോ ഈ പ്രൂഫ് എല്ലാവരും നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.